കൊള്ളാം. അപ്പോൾ ഗായ്സ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ ടെറസിലൊരു ടൂറാണ്. ഇവിടെ ഇപ്പോൾ ഭയങ്കര വെയിലാണ് കേട്ടോ ഗായ്സ്. പിന്നീട് വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ഇവിടെ കുറേ മാങ്ങയൊക്കെ ഉണ്ട്. നമുക്ക് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ മാങ്ങയൊക്കെ പറിച്ച് ഉപ്പ് മുളകൊക്കെ ഇട്ട് നാടൻ സ്റ്റൈല് ഗായ്സ്. അവിടെ ഒരു ഉറുമ്പുണ്ടായിരുന്നു, എൻ്റെ കാലിട്ട് കളിച്ച്. എവിടെ ഏട്ടൻ കണ്ടോന്ന് കളിച്ചതാ, ഏട്ടൻ കണ്ടോ കടിച്ചു. അപ്പം ഉറുമ്പ് കടിച്ചു. ഗായ്സ് അപ്പം നമുക്ക് ഇനി ഇതെന്താ നോക്കാം. എല്ലാത്തിൻ്റെ പേരും പറയണമെങ്കിൽ എനിക്കിച്ചിരി ബുദ്ധിമുട്ടാണ്. പിതാശ്രീ ഇപ്പം വരും. അപ്പോൾ ഗായ്സ് ഇവിടെ നമ്മൾ പച്ചയല്ല എൻ്റെ പേരെന്തായിരുന്നു, റെഡ് ചീര ഇപ്പുണ്ട്. അവരെ പച്ചച്ചീര ഉണ്ടോ എന്ന് നോക്കിയാൽ എനിക്കറിയത്തില്ല. ഹിജാവ് ഇവിടെ ചെറുതായിട്ട് വളർന്നിട്ടുണ്ട്. ഇവിടെയും ഇവിടെ കുറേ ഉണ്ട് ഗൈസ്. ഗൈസ് ഇതാണ് നമ്മുടെ ഡാഡി. ഓക്കെ, ഡാഡി ഇതിനെ പറ്റി എല്ലാം വിശദീകരിച്ച് തരുന്നതാണ്. അപ്പം ഇതെന്താന്ന് പറഞ്ഞോളൂ. അത് വെണ്ട മോനെ, ഇതുണ്ടോ, ഇതിങ്ങനെയാണ്. ഇത് വെണ്ടയ്ക്ക നമുക്ക് നാളെ പറിക്കാവുന്നതാണ്. ഇത് വെണ്ടയുടെ പൂവ്, ഇത് വെണ്ടയുടെ മുട്ട പിരിഞ്ഞിരിക്കുന്നത് കണ്ടോ. നമുക്കൊരു ചെടിയിൽ നിന്ന് എത്ര മാത്രമാണ് കിട്ടുന്നതെന്ന് കണ്ടോ. അതേപോലെ നമുക്ക് ഇപ്പം ഇവിടെ നോക്കിയാൽ ഈ ചീരനെ പറ്റിയും കൂടി ഇത് നമ്മൾ ചീര ഇത് നമ്മൾ വിത്തിന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുന്നതാണ്. ഇത് നമുക്ക് കുറേ സ്ഥലങ്ങളിൽ നടാൻ മാത്രമുള്ള വിത്തുണ്ട്. ഒരുപാട് നല്ല ചീര കിട്ടിയ ഒരു ചെടിയിൽ നിന്നുള്ള വിത്താണ് ഇത് പരുവായിട്ട് നിൽക്കുന്നത്. ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മൾ എടുത്ത് നോക്കിയാൽ ഇത് കണ്ടോ, വിത്ത് കണ്ടോ, ചീരയുടെ വിത്ത് കണ്ടോ കിടക്കുന്നത്. ഇതേപോലെ വിത്ത് ചടപട നമുക്ക് കിട്ടാം. ഇത് നമുക്ക് അപ്പുറത്തുള്ള സ്ഥലത്ത് മൊത്തം കൊണ്ടുപോയി ഇടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കളക്ട് ചെയ്തിരിക്കുന്നത്. ഗായ്സ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോയിൽ ലാസ്റ്റ് നമുക്ക് മാങ്ങയൊക്കെ പറിച്ച് തിന്നാം. ഓക്കെ ഗായ്സ്, ഇപ്പം ഗായ്സ് ഇത് നമ്മുടെ അച്ഛൻ വിശദീകരിച്ച് തരുന്നതാണ്. ഇതിന്റെ പേരെന്താന്ന് മോൻ അറിഞ്ഞൂടെ? പാവയ്ക്ക. ഇതിന്റെ പേര് പാവയ്ക്ക എന്നാണ്. ഇതിനെ നമ്മളെ മേളിലാണ് വളർത്തുന്നത്. അവിടെ സൂര്യൻ ഉടൻ നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റത്തില്ല. ഞാൻ നേരെ ഒന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാവേ. പറഞ്ഞോ. ഇത് നമ്മുടെ പാവലാണ് കേട്ടോ. നമ്മൾ സാധാരണഗതിയിൽ തറയിലാണ് നടുന്നത്. പക്ഷേ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. ടെറസിൽ ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ചുവട് മോനെ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഇതാണ് അതിന്റെ ചുവടെന്ന് പറയുന്നത്. നമ്മളൊരു ഗ്രോ ബാഗിൽ, അതായത് ഒരു വലിയ ചാക്കിലാണ് ഇതിൻ്റെ ഇത് നട്ടിരിക്കുന്നത്. അത് വളർന്ന് പടർന്ന് ഇത് നോക്കണം. ഇത് നിങ്ങൾ കണ്ടുപഠിക്കണം, കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതേപോലെ പടർന്ന് കണ്ടോ, ഇതേപോലെ കായ്കൾ മുകളിൽ ഇതിപ്പോൾ പരുവായിട്ട് നിൽക്കുകയാണ്. ഇത് നമുക്ക് നാളെ വിളവെടുക്കാവുന്നതാണ്. അതേ രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ്. ഒരുവിധ കീടനാശിനികളൊന്നും ഉപയോഗിക്കുന്നില്ല. നാച്ചുറലായിട്ടുള്ള ചെറിയ എന്തെങ്കിലും നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഫുഡ് വേസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ, ഇത്തിരി ചാണകമൊക്കെ മാത്രം ഇട്ട് ചെയ്യുന്ന കൃഷിയാണിത്. ഇത് പാവൽ എന്ന് പറയുന്നത് നമുക്ക് സാധാരണഗതിയിൽ തറയിൽ വയലിലൊക്കെ മാത്രം കൃഷി ചെയ്യുന്നതാണെന്നായിരുന്നു എല്ലാവരുടെയും വിശ്വാസം. നമുക്ക് ടെറസിൽ നല്ലപോലെ കൃഷി ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് പയർ നോക്കണം. പയർ എന്ന് പറയുന്നത് അതും ഈ പാവലിനെ പോലെ തന്നെ ഒരു വള്ളിച്ചെടിയാണ്. ഇതിനകത്ത് ഒരു ഗ്രോ ബാഗിൽ വളർന്ന് നോക്കണം. ഇതാണ് നമുക്ക് നമ്മുടെ പയർ. ഇതാണ്, പക്ഷെ നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റില്ല. കാരണം ഫുള്ള് പച്ച കളറിലായതുകൊണ്ട് ഏതാ പയർ ഏതാ തണ്ടെന്ന് ശരിക്കും കാണാൻ പറ്റും. പക്ഷെ ഇതാ മേളിലോട്ട് നോക്കി കണ്ടോ, പാമ്പ് പോലെ തൂങ്ങി കിടക്കുന്നുണ്ടോ, അതാണ് ഇത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വഴി നോക്കൂ. ഓക്കെ ഗൈസ്, പയർ കാണിച്ചു കൊടുക്കേ. ഇതല്ലേ, നോക്ക് എത്ര സ്റ്റൈലായിട്ട് കിടക്കുന്നു നോക്ക്. ഗൈസ് അപ്പം ഇതാണ് നമ്മുടെ പയർ. ഇനി ശേഷം ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും പാവൽ, 2 ചുവട് പാവൽ കൂടി ഇവിടെ വീണ്ടും കായ്ച്ചിരിക്കുകയാണ്. ഇവിടെ ഇത് കുറേ ദിവസത്തെ അധ്വാനങ്ങൾക്ക് ശേഷമാണ് അച്ഛൻ ഇത് കിട്ടുന്നത്. ഫസ്റ്റ് അച്ഛ ഇതെന്തുവാ? അത് നമ്മളിത് റീപ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്ന വെറും കുറച്ച് ഇല്ലാത്ത കീടങ്ങൾ, കളകൾ മാത്രമാണിത്.
നമുക്ക് വേണ്ട അപ്പൊ സാധനം ഇതെങ്ങനെയാ നട്ടയുന്നേ? അല്ല, അതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ്. ഇന്ന് തന്നെ അച്ഛാ ഇത് നീ ഇപ്പോൾ വീഡിയോ ആണോ? ആ, അപ്പോൾ ഇത് ഇന്ന് ഒരു മണിക്കൂറിന് ശേഷം വന്ന് നോക്കിയാൽ ഇവിടെ മൊത്തം പുതിയ ഗ്രോ ബാഗുകൾ നിരന്നിട്ടുണ്ടാവും. താഴെ ഇരിക്കുന്ന പുതിയ തൈകൾ അതിനകത്ത് നട്ടിട്ടുണ്ടാവും. വിതിൻ 2 വീക്സ് അതെല്ലാം വളർന്ന് ഇതേപോലെ നിൽക്കുന്നത് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ എൻ്റെ പൊന്നുമോൻ കാണിച്ചു തരുന്നതായിരിക്കും. ഗായ്സ്, ഇതാണ് അപ്പം നമ്മുടെ ഏണി. ഇതാ ഇപ്പം അച്ഛൻ ഏണീൻ്റെ മേളിൽ എന്താണെന്ന് കാണിച്ചു തരും. അച്ഛാ, അച്ഛൻ എന്താ ഇവിടെ ഇപ്പം വീണ്ടും പണി തുടങ്ങിയിരിക്കുകയാണ്. വിശദീകരിച്ച് കഴിഞ്ഞിട്ട് ഗൈസ് ഇത് നോക്ക് ഗൈസ്, ഇവിടെ ഫുൾ ഇതാണ് ചെടികളുണ്ട്. ഫലഭൂയിഷ്ടമായിട്ട് നിൽക്കുന്ന വെണ്ടയ്ക്ക് എങ്ങനെയാണ് വളം കൊടുക്കുന്നത്? ചാക്കറിട്ട് ജസ്റ്റ് നമ്മൾ തട്ടി കൊടുക്കണം. തട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറ്റത്തിരിക്കുന്ന മണ്ണെല്ലാം അതിൻ്റെ ശുദ്ധീകരണമായി അല്ലേ? അങ്ങനെയല്ലേ? ചെറുതായിട്ടൊന്ന് പറ്റിപ്പോയി. നമ്മൾ പുറത്ത് കൃഷി അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ചൂട് ഇളക്കി വളം കൊടുക്കാൻ പറ്റും. പക്ഷെ ചാക്കിലാകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്കിപ്പോൾ കൈകളുണ്ടല്ലോ, ഒന്ന് കൊടുത്തപ്പോൾ അതിൻ്റെ ചൂട് ഇളകി ഇനി കുറച്ച് സമയമാകുമ്പോഴത്തേക്കും അച്ഛൻ ഇതിന് അടുത്ത വളം പ്രയോഗം കൊടുക്കും. അതായത് ചാണകവും പിണ്ണാക്കും കൂടെ കലക്കി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് കലക്കി വെച്ച് കൊടുക്കും. പിണ്ണാക്കും ചാണകവും ഒന്ന് കലക്കി വെച്ചേക്കൊന്ന് കാണിച്ചു തരാ. നല്ല നാറ്റമുണ്ട് അതിനകത്ത്, നോക്കിയോണേ. എവിടെ? അങ്ങാറ്റോ? ഗൈസ്, ആ നീല ടാങ്ക് നിങ്ങൾ കാണുന്നുണ്ടോ? ആ ചേറിൻ്റെ അവിടെ ആയിട്ട് നീല സാധനം, ഇതിനായിട്ടാണ് സാധനം ഇരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് സാധനം. ഒന്നും കാണാൻ പറ്റുന്നില്ല ഗൈസ്. നിങ്ങളിത് ശരിക്കും ഇവിടെ വന്ന് നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ. കാരണം ഒട്ടുക്ക മാറ്റമാണ്. ഞാൻ സഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഗൈസ്. പിന്നീട് ഇതാ ഈ സാധനം കാണുന്നുണ്ടോ? ഈ ഇലയിൽ തട്ടിയ നമ്മളെ കൈ ഫുൾ ഇങ്ങനെ ചൊറിയാണ്. എനിക്കിപ്പോൾ 2 തവണ തട്ടിയതേ ഉള്ളൂ. അച്ഛാ, പിന്നീട് ഈ ഏണീൻ്റെ മേളിൽ എന്താണെന്ന് കാണിച്ചു തരാമോ? മുകളിൽ നമ്മൾ നമ്മുടെ അഗസ്ത്യപ്പൂ പറിക്കാനായിട്ട് കയറുന്നതാണ്. അഗസ്ത്യപ്പൂ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഞാനാണ് ഇപ്പോൾ ഈ തൽക്കാലത്തേക്ക് ഞാനാണ് ക്യാമറമാൻ. അഗസ്ത്യച്ചീര ഗൈസ്. ഇവിടെ നിന്ന് കാണിച്ചാൽ കാണാൻ പറ്റത്തില്ല ഗൈസ്. ഞാൻ ഈ സൈഡിലോട്ടൊന്ന് ഗൈസ്, ഒരു മരം കാണുന്നുണ്ടോ നിങ്ങൾ? ഈ മരം കണ്ടോ? ഈ മരത്തിൽ നിങ്ങൾ നേരെ സൂം ചെയ്ത് നോക്കിയാൽ കണ്ടോ ഒരു വെള്ള സാധനം നിൽക്കുന്ന കാണുന്നുണ്ടോ? ഇതൊരു ക്ലിയർ അല്ലായിരിക്കാം. ഇതാ ഞാൻ കാണിച്ചു തരാം ഗൈസ്. പക്ഷേ എനിക്ക് നേരെ കാണിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ കോവയ്ക്ക വളർന്നു ഇപ്പോണ്ട്. ഒരു കോവയ്ക്ക പറിക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് പറിക്കാൻ ചാടി വേണം പറിക്കാൻ. പറ്റുന്നില്ല ഗൈസ്. ഇല്ല, പറ്റുന്ന പണിക്ക് ചെന്ന് നോക്കാം. ഗായ്സ്, പിന്നെ ഞാൻ നേരത്തെ ഒരെണ്ണം കൂടി കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ല. പിന്നെ ഇവിടെ ഇപ്പം ഇത് ഇത്തിരി കുറവാണെന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ സാധാരണ ദിവസങ്ങളിലൊക്കെ നല്ല കൂടുതലാണ്. പിന്നെ ഇപ്പുറത്തെ ഈ വീട്ടിൽ നോക്കി ഇവിടെ പണി നടക്കാണ്. പാല് കാച്ചൊക്കെ കഴിഞ്ഞു, പക്ഷെ ഇപ്പോഴും പണി നടക്കുകയാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ പ്രത്യേക ഒരു അച്ഛാ, പിന്നീട് മേളിൽ കയറിയാൽ നമുക്ക് നമ്മുടെ ഫിൽട്ടർ ടാങ്ക് കാണാൻ പറ്റും. അതിപ്പോൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ മഴ പെയ്ത് കിടക്കുക ആയതുകൊണ്ട് തന്നെ നമുക്കിത് കാണിക്കാനായി പറ്റത്തില്ല. പിന്നീട് ഇതാണ് ഓപ്പോസിറ്റ് വീട്. ഇവിടെ കുറേ ചീരകളുണ്ട്. ഇതൊക്കെ ഫുള്ള് കാട് കയറി കിടക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ നോക്കിയ ഒരു സ്റ്റെപ്പുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് 1 പടി 2 പടി 3-ാമത്തെ പടി നമ്മൾ ഡയറക്റ്റ് ചാടുക. അപ്പോൾ ഇത് നോക്കിയാൽ ഇവിടെയാണ് നമ്മളെ ഷെയ്ഡ് ഇരിക്കുന്നത് ഗൈസ്. പിന്നീട് ഈ വഴി ഇതാണ് ഇടവഴിയാണിത്. ഇവിടെ കൂടി ചെന്നാൽ അവിടെ കുറേ പൂവുകളൊക്കെ നിങ്ങൾ നോക്ക്, നല്ല രസമായ വൈറ്റ് പൂവുകൾ ഇവിടെ കാണുന്നതാണ്. പിന്നെ
ഇനി നമ്മളിതാ ഇവിടെ നോക്കിയാൽ നല്ലൊരു മാങ്ങ പൂത്തിട്ടുണ്ട്. ഇപ്പം പറിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇതാ ഈ മാങ്ങ. പോയില്ല ഏശപ്പം പറിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അച്ഛനെ വഴക്കറിയാം. അതുകൊണ്ട് ഞാൻ പറിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ നേരെ മേളിൽ കയറി പോവുകയാണ്. നീറേ ഗായ്സ്, ഇവിടെ ഒരു നീറ് വിളിച്ചു കണ്ടോ? അത് നിങ്ങൾക്ക് സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അവിടെ അങ്ങോട്ട് ഒരു നീറ് കടിച്ചിട്ടുണ്ട്. പിന്നീട് ഇവിടെ നിങ്ങൾ ജസ്റ്റ് നോക്ക് ഗൈസ്. ഇവിടെ ആയിട്ട് എവിടെ അയ്യോ കണ്ടോ ഗൈസ്? അത് അന്ന് ഏതോ ഒരു കട്ടുറുമ്പ് പോലത്തെ എന്തോ സാധനം കടിച്ചതാണ് ഗായ്സ്. പിന്നീട് നമുക്ക് ഇനി ഇതിന് പറയാനുണ്ടോയെന്ന് ചോദിച്ചാൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ആക്ച്വലി. പക്ഷെ ഒന്നും എൻ്റെ മൈൻഡിൽ കിട്ടുന്നില്ല ഗായ്സ്. അപ്പം നിങ്ങൾ ഗായ്സ് ഇപ്പം ഇവിടുത്തെ അവസ്ഥ എന്തായാലും നോക്കിയാൽ അയ്യോ ഗായ്സ്, ഞാൻ എൻ്റെ ഫ്രണ്ട് ക്യാമറ പിടിച്ചുകൊണ്ട് തന്നെ എനിക്ക് നേരെ കാണിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ നേരെ ഇങ്ങനെ ക്യാമറ നല്ല താഴോട്ടാക്കുന്നത്. എനിക്ക് ക്യാമറ എടുത്താൽ വലിയ എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ടാണ് ഗായ്സ്. ഇത് അച്ഛൻ ഇതാ ഗായ്സ്. അപ്പം ഞാനിത് ബാക്ക് ക്യാമറ എടുത്ത് കാണിച്ചു തരാം ഗായ്സ്. ഓക്കെ ഗായ്സ്, നമ്മളിതാ ഇപ്പം നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ ചീരയും ഇതിൻ്റെയൊക്കെ പേര് കുറച്ച് ചെടികളും ഒക്കെ ആയിരിക്കുകയാണ്. പിന്നീട് ഗായ്സ് എനിക്ക് ഒരു ഡൗട്ടും കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് കാണുന്നതാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം ഗായ്സ്. അത് എന്താണെന്ന് ചോദിച്ചാൽ അച്ഛാ ഈ കാണുന്ന സാധനം എന്താ? അച്ഛൻ പറിക്കുന്ന സാധനത്തിൻ്റെ പേരെന്താണ്? എടാ മോനെ, അതെ നമുക്ക് ഇതിനകത്ത് കൃഷി ചെയ്യാതെ ഉണ്ടായ ഒരു കളയാണത്. അപ്പൊ ഈ പിങ്ക് കളർ സാധനം നമുക്ക് ഇത് വേണമെങ്കിൽ ഇത് ഒരു തരം ചീരയാണ്. പക്ഷെ നമുക്കിവിടെ ഇഷ്ടം പോലെ ചീര ഉള്ളതുകൊണ്ട് നമ്മളിതങ്ങനെ ഉപയോഗിക്കത്തില്ല. ഇപ്പം നമ്മളിത് എന്താണെന്ന് വെച്ചാൽ പുതുതായിട്ട് ചെയ്യുന്ന ചെടികൾക്ക് വളമായിട്ട് അടിവളമായിട്ട് ഗ്രോ ബാഗിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇവനെ. ഇതൊക്കെ ഉപയോഗിക്കാനും കഴിക്കാനും ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ള ഫാമിലിയിലേ പറ്റും. നമ്മളാപ്പാടെ 2-3 പേരുണ്ട്. 2-3 അല്ല 4 പേരുണ്ട് ഗൈസ്. ഞാൻ, അച്ഛമ്മ, അച്ഛൻ, അമ്മ. ഇതെല്ലാം കൂടെ ആര് കഴിക്കാൻ? എൻ്റെ മോനാണെങ്കിൽ ഒന്നും കഴിക്കില്ല. ചുമ്മാണ് പറയുന്നത് ഗൈസ്. ഞാൻ കഴിക്കും. ഞാൻ ഈ പ്രാവശ്യം പപ്പടമൊക്കെ കുറച്ചിരിക്കുകയാണ് ഗൈസ്. പപ്പടത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഇപ്പം നമുക്ക് നേരെ ഇവിടെ നോക്കിയാൽ ഗൈസ്, ഇവിടെ കുറേ ചീരയുണ്ട്. ഞാൻ കുറേ നേരമായിട്ട് പറയുന്നു. വട്ടം ചോദിക്കരുത് ഗൈസ്. പിന്നീട് നമ്മൾ നേരെ ആ വീട്ടിലോട്ട് നോക്കിയാൽ ആ വീട്ടിലെ മരമാണ് ഈ വീട്ടിലോട്ട് പടർന്നു നിൽക്കുന്നത്. മീൻസ് ആ വീട്ടിലാണ് മാവുള്ളത്. പക്ഷെ മാങ്ങകളെല്ലാം ഇങ്ങോട്ടാണ് വരുന്നത്. പിന്നീട് അവിടുന്ന് ആരെങ്കിലും വലിയ ആൾക്കാരും എല്ലാം കയറി അവിടുന്ന് മാങ്ങ കുറച്ച് ഇടും. അത് നമുക്കും തരും അവർ. ഓക്കെ ഗായ്സ്, അപ്പം നമ്മളിതാ ഇനിയൊന്നും വിശദീകരിക്കാൻ ഞാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഗായ്സ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് വരുന്ന ആളാണ് ഈ സാധനം. തൊട്ട കൈ മുറിയുന്ന സാധനമാണ്. ഇത് പറിച്ചെടുക്കാൻ തന്നെ അച്ഛൻ നല്ലോണം പണി കൊടുക്കും ഗായ്സ്. ഈ കാണുന്ന സാധനം കണ്ടോ? ഇത് വെച്ച് ഇതിങ്ങനെ പറിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ കൈ ഇതിൽ കൊണ്ടാൽ മിക്കവാറും മുറിയാൻ ചാൻസ് കുറവാണ്. അപ്പുറത്തെ വീട്ടിൽ ജനലുണ്ട് ഗൈസ്. പണി കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ചുമ്മാ കാണിച്ചാണ്. ഒക്കെ അവിടുത്തെ പോലെ സാധനങ്ങളെല്ലാം ഉണ്ട്. ഇത് പിന്നീട് എന്താണെന്ന് ചോദിച്ചാൽ ഫിൽറ്ററിൻ്റെ എന്തോരോ സാധനമാണ് ഗൈസ്. പിന്നെ നമുക്ക് നേരെ ഇതിൻ്റെ മേളിലോട്ടൊന്ന് കയറിയാൽ ഇവിടെ ഫുള്ള് കയറാനായിട്ട് അച്ഛൻ അനുവദിക്കത്തില്ല ഗൈസ്. ഇപ്പോൾ സൂര്യൻ ഉദിച്ചു ഗൈസ്. അപ്പോൾ നമ്മുടെ സൂര്യൻ ഉദിച്ച് വന്നിരിക്കുകയാണ്. അയ്യോ, സൂര്യനെ കാണാനില്ലല്ലോ ഗൈസ്. സൂര്യനെ ഇങ്ങനെ കാണാം.
അപ്പോൾ ഗായ്സ് നമ്മൾ സൂര്യനൊക്കെ കണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അച്ഛാ വെയിറ്റ്, ഇങ്ങോട്ട് നോക്കിയേ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ആയിക്കോട്ടെ. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. പിന്നീട് ആരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ബട്ടൺ സബ്സ്ക്രൈബ് ബട്ടൺ അങ്ങ് അടിച്ച് പൊട്ടിച്ചേക്കുക. പിന്നീട് ഞാൻ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് ഉടനെ അറിയാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കുക. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.